പേടിക്കണ്ട, തല്ലാനും കൊല്ലാനൊന്നുമല്ല. ഒരാളെ വെറുക്കുന്നതാണ് മോശം, സ്നേഹിക്കുന്നതിൽ എന്താ തെറ്റ്? പക്ഷേ ഇതൊക്കെ കുറച്ചുകൂടെ സ്വകാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. എന്താ, ക്ലോസ് ഫ്രണ്ട്സ് ആവുമ്പോൾ തമ്മിൽ പറഞ്ഞു പോകും, അത് തെറ്റല്ല. പക്ഷേ ക്ലാസ് റൂമിലും വരാന്തയിലും ഇതൊരു വിഷയമാക്കരുത്. ഞാനിവിടുത്തെ സാറായിപ്പോയില്ലേ, അതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യാം, ഈ വീക്കെൻഡിൽ നമുക്കെല്ലാവർക്കും കൂടി ഒരു യാത്ര പോയാലോ? എ പ്ലഷർ ട്രിപ്പ്, ഒരു പിക്നിക്. സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും. എവിടേക്കാണ് സർ? പോകുന്ന സ്ഥലം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ആർ യു പ്രിപ്പയർഡ് ടു കം വിത്ത് മീ? സർപ്രൈസ് നമ്പർ 1, ഇതാണ് നന്ദകുമാരവർമ്മ MSc കെമിസ്ട്രി ജനിച്ചു വളർന്ന വീട്. സർപ്രൈസ് നമ്പർ 2, അതാണ് നന്ദകുമാരവർമ്മയുടെ അമ്മ, കിള്ളിമംഗലം കോവിലകത്ത് പരേതനായ മോഹനവർമ്മയുടെ ധർമ്മപത്നി. അമ്മേ, എന്റെ കോളേജിലെ കുട്ടികളാ. ഇവർക്കൊരു ദിവസം രാവിലെ ഉറക്കം എന്നിട്ട് ഒരു മോഹം, അമ്മയെ ഒന്ന് കാണണം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. വരണം, ഇവർക്ക് ഒന്ന് അറിയിച്ചൂടായിരുന്നോ നന്ദ? പെട്ടെന്നുണ്ടായ മോഹമല്ലമ്മേ, എങ്ങനെ അറിയിക്കാനാ? മേ, ചായ ഉണ്ടാക്കും പാലൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ ചമ്മലാണ്. കറവക്കാരെ കേശരി ഇന്നിങ്ങോട്ട് കണ്ടതേ ഇല്ല. അവൾപ്പല്ല, അതുവരെ പറഞ്ഞു. വാ വരും മക്കളെ. ഭാവിയിലെ അമ്മായിയമ്മയല്ലേ, വേണമെങ്കിലും ഒന്ന് കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചോ. വാങ്ങിയേക്കല്ലേ. ഈ കുട്ടി എന്താ കാണിക്കണത്? അത് ആ കുട്ടിയുടെ ഒരു ശീലമേ. പ്രായമായ ആരെ കണ്ടാലും ആ കുട്ടി ഉടനെ കാൽക്കൽ വീഴും. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയും കുട്ടികളോ? പിന്നെ എന്റെ സ്റ്റുഡൻസിനെ പറ്റി അമ്മ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ആ, ഉമ്മ അകത്തുണ്ട്. ഓ, എപ്പോ വന്നോളൂ? ഒറ്റയ്ക്ക് ഇവിടം വരെ നടന്നൊന്നുമില്ലേ? ആ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഇതാണ് ഞാൻ പറയാറുള്ള വാനര സംഘം. ഇത് ലീഡർ അലമേലു. ഇതാണ് സർപ്രൈസ് നമ്പർ 3, ഉമാ മഹേശ്വരി, എന്റെ അമ്മാവന്റെ മകള്. എന്നുവെച്ചാൽ സാക്ഷാൽ മുറപ്പണം. ഇവള് ജനിച്ച ഉടനെ എന്റെ അമ്മയും ഇവളുടെ അച്ഛനും കൂടെ പറഞ്ഞുറപ്പിച്ചതാണ് ഉമ നന്ദകുമാറിന്റെ പെണ്ണാണ്. 4 വർഷം മുമ്പ് ചിങ്ങമാസത്തിലോ നടക്കേണ്ടതായിരുന്നു. ബട്ട് ഫേറ്റ്, സ്ട്രോക്ക് വന്ന് ഉമ്മയുടെ ഒരു വർഷം പറഞ്ഞു. ചീറ്റി മോളെ, നിന്റെ പ്രേമം ചീറ്റി. അതിന് ഇവളോട് ആര് പറഞ്ഞു സാറിനെ കയറി പ്രേമിക്കാൻ? ഇനിയിപ്പോ ഇത് വിട്ട് മറ്റേതെങ്കിലും സാറിനെ പ്രേമിക്കാന്ന് വെച്ചാ അതിനെ പറ്റി ആരും ഇപ്പൊ കോളേജിൽ ഇല്ലതാനും. എന്താണ് ഇവിടെ തമാശ? രസമുള്ളതാണെങ്കിൽ പറഞ്ഞ ഞങ്ങളും കേൾക്കട്ടെ. ആകെ മൊത്തം തമാശ സാർ. ശ്രുതിക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടായിത്ര. ആർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഒത്തിരി നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ്. ആ കുന്നു കണ്ടോ? അതിനപ്പുറത്ത് പുഴ, വൈകും വരെ പുഴയിൽ കുളി, പുഴയ്ക്ക് അക്കരെ ഹനുമാൻ ക്ഷേത്രം. സാറും ഹനുമാനും തമ്മിൽ കുഞ്ഞുമോൾക്കുള്ളത്ര സമയമില്ല. കൊയ്ത്തു കഴിഞ്ഞാൽ ഈ പാടം നിറയെ പച്ചക്കറികളായിരിക്കും. വെള്ളരിക്ക, മത്തൻ, വെണ്ട, അങ്ങനെ. രാത്രിയിൽ പിഞ്ചുവെള്ളിക്കാൻ തിന്നാൻ കുറുക്കന്മാർ വരും. കുറുക്കന്മാരെ ഓടിക്കാൻ ഞങ്ങൾ കുട്ടികൾ പന്തൽ കെട്ടി കാവലിരിക്കും. രാത്രി ഉറക്കം വരും. ഉറക്കം വരാതിരിക്കാൻ പന്തലിൽ നാടകം കളിക്കും. വെള്ളരി നാടകം ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെയൊന്നുണ്ട്. ഞാനായിരുന്നു സ്ഥിരം പെൺവേഷം, പാഞ്ചാലി.